ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് കവിത ആൻറ്റി റൂമിലേക്ക് ചെല്ലുന്നു. ഡോക്ടർ എന്താണ് ഇവിടെ എന്നൊക്കെ വിചാരിക്കുകയാണ്. കവിത ആൻറ്റി ആണെങ്കിൽ ഡോക്ടറിനെ വിളിച്ചു നോക്കുന്നുണ്ട്. ഡോക്ടർ ആണെങ്കിൽ എഴുന്നേക്കുന്നില്ല. ഡോക്ടർ നല്ല ഉറക്കത്തിലാണെന്ന് കവിത ആൻറ്റി വിചാരിക്കുന്നു. എന്താണ് ഇവിടെ കിടക്കുന്നതെന്ന് നാളെ തന്നെ കിരണിനോട് അന്വേഷിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഡോർ അടച്ചിട്ട് പോകുന്നു. സഞ്ജു ആണെങ്കിൽ വെളിയിൽ ഇറങ്ങുകയാണ്. സഞ്ജു വിചാരിക്കുകയാണ് കവിത ആൻറ്റിയെ കയറി കഴിഞ്ഞിട്ട് കവിത ആൻറ്റിയുടെ റൂമും അടച്ചിടണം, അല്ലെങ്കിൽ അവരിടയ്ക്ക് ശല്യമായിട്ട് വന്നാലോ എന്ന്. അതേസമയം പൃഥ്വിയാണെങ്കിൽ ഷേർലിനോട് കാറിൽ വെച്ച് വഴക്കുണ്ടാക്കുകയാണ്. നീ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ട് ഇനിയും അവൻ ആ ജോലി ചെയ്യുന്നുണ്ടോ അതോ തിരിച്ചു പോയോ എന്ന് കൂടി അറിയത്തില്ല. നീ ആവശ്യമില്ലാതെ ഓരോ കാര്യത്തിൽ ഇടപെടുകയാണെന്നൊക്കെ പറയുന്നു. ഷേർലിൻ അപ്പോൾ ചോദിക്കുകയാണ്, അവന് പൈസ കൊടുത്തിട്ടല്ലേ അവൻ ചെയ്യുന്നതെന്ന്. പൃഥ്വി അപ്പോൾ പറയാണ്, പൈസ കൊടുത്തെന്ന് കരുതി സ്വന്തം ജീവൻ കളഞ്ഞിട്ട് ആരും എന്തും ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പൈസ തരാം, നീ ഒരാളെ കണ്ടെത്താൻ പറയുന്നു. ഷേർലിൻ ചോദിക്കുകയാണ്, സഞ്ജു ഫോൺ എടുക്കാത്തത് അവൻ പിടിക്കപ്പെട്ടത് കൊണ്ടായിരിക്കുമോ എന്ന്. സഞ്ജു ആണെങ്കിൽ വീണ്ടും ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. ഡോക്ടറിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു പൃഥ്വി ഒന്ന് ഫോൺ വിളിച്ച് കൺഫേം ചെയ്യാമെന്ന്. പൃഥ്വിയെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നു കൊല്ലട്ടെ എന്ന്. പൃഥ്വി അപ്പോൾ പറയുന്നു കൊല്ലുകയൊന്നും വേണ്ട, തട്ടിക്കൊണ്ടു പോയാൽ മതിയെന്ന്. സഞ്ജു പറയാണ്, തട്ടിക്കൊണ്ടു പോകുന്നത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്, അതുമാത്രമല്ല ആരെങ്കിലും കണ്ടാൽ വലിയ പണിയാകുമെന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടും കൊല്ലുന്നതാണ് എളുപ്പമെന്നൊക്കെ പറയുകയാണ്. പൃഥ്വി അപ്പോൾ സമ്മതിക്കുന്നില്ല. പൃഥ്വി അപ്പോൾ പറയാണ്, ഓൾറെഡി മാനസിയെ കൊന്നതിൻ്റെ പേരിലാണ് നിന്റെ ചേട്ടൻ ജയിലിൽ പോയത്, വീണ്ടും പുലിവാലാകും, അതുകൊണ്ട് കൊല്ലണ്ട എന്ന് സൂചിപ്പിക്കുന്നു. സഞ്ജു അപ്പോൾ ചോദിക്കുകയാണ്, ഡോക്ടറെ തട്ടിക്കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? ഓൾറെഡി പോലീസ് ചേട്ടൻ്റെ കാര്യത്തിൽ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇനിയും ഇവരെയും കൂടെ പൊക്കിക്കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുമെന്നൊക്കെ ചോദിക്കുകയാണ്. ഷേർലിൻ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. ഷേർലിൻ ചോദിക്കുകയാണ്, നീ ഈ പണിക്ക് എന്തിനു വേണ്ടിയാണ് ഇറങ്ങിയത്? നിനക്കൊരു ഒളിസ്ഥലം പോലും കണ്ടെത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. ഷേർലിൻ്റെ സംസാരം കേട്ടിട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് സഞ്ജുവിന്. സഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഈ പണി നിർത്തിയിട്ട് പോകണോ എന്നൊക്കെ. പൃഥ്വിയാണെങ്കിൽ സഞ്ജുവിനെ സമാധാനിപ്പിക്കുകയാണ്. ഷേർലിൻ പറയുന്നതൊന്നും കേൾക്കണ്ട, അവളിങ്ങനെ വാചകം അടിച്ചുകൊണ്ടേയിരിക്കുമെന്നൊക്കെ പറയുന്നു. പൃഥ്വിയാണെങ്കിൽ ഷേർലിനെ കൊണ്ട് നിർബന്ധിച്ച് സോറി പറയിപ്പിക്കുന്നു. പൃഥ്വിയാണെങ്കിൽ സഞ്ജുവിനോട് പറയാണ്, ആ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് തട്ടിക്കൊണ്ടു പോകണം, എവിടേക്ക് വേണമെങ്കിലും തട്ടിക്കൊണ്ടു പോയിക്കോ, പക്ഷേ നിനക്ക് ഞാൻ അതിൻ്റെ ഡബിൾ സാലറി തന്നേക്കാമെന്ന് പറയുകയാണ്. സഞ്ജു ആണെങ്കിൽ ഉടനെ തന്നെ തട്ടിക്കൊണ്ടു പോകാം, അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്നൊക്കെ പറയുന്നു. സഞ്ജു ആണെങ്കിൽ ഡോക്ടറിനെ പൊക്കാൻ തുടങ്ങുന്ന സമയത്ത് ഡോക്ടർ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. സഞ്ജു ആണെങ്കിൽ വായിൽ പൊത്തിപ്പിടിച്ച് വീണ്ടും ബോധം കെടുത്തുകയാണ്. സഞ്ജു ആണെങ്കിൽ ഡോക്ടറിനെ എടുത്തുകൊണ്ട് റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നു. അതേസമയം പ്രീതി ആണെങ്കിൽ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ തന്നെ വിചാരിക്കുകയാണ് ഡോക്ടറിനെ പോയെന്ന് നോക്കാമെന്ന്. സഞ്ജു ആണെങ്കിൽ ഡോക്ടറിനെയും കൊണ്ട് വെളിയിലേക്ക് പോകാൻ വേണ്ടി വെളിയിലേക്കുള്ള വാതിൽ തുറക്കുന്നു. ആ സമയത്ത് വാതിൽ തുറക്കുന്ന സൗണ്ട് പ്രീത കേൾക്കുന്നു. പ്രീതി ആണെങ്കിൽ ആരാണെന്ന് ചോദിച്ച് ലൈറ്റ് ഇടുന്നു. പ്രീതി ആണെങ്കിൽ സഞ്ജുവിനെ കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോകുന്നു. സഞ്ജു ആണെങ്കിൽ ഡോക്ടറിനെയും കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ പ്രീത തടയുന്നുണ്ട്. സഞ്ജു അപ്പോൾ തോക്ക് ചൂണ്ടുന്നു. പ്രീതയാണെങ്കിൽ സഞ്ജുവിനെ തൊഴിക്കുന്നുണ്ട്. സഞ്ജുവും പ്രീതയും ആണെങ്കിൽ ശരിക്കും അടിപിടി നടക്കുകയാണ്. പ്രീതയുടെ കഴുത്തിലാണെങ്കിൽ ഞെക്കി പിടിച്ചുകൊണ്ട് ഇന്ന് തന്നെ നിന്നെ കൊല്ലുമെന്നൊക്കെ സഞ്ജു പറയുന്നു. പ്രീതയുടെ അമ്മയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ദുസ്വപ്നം കണ്ടിട്ട് പ്രീതയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് മനസ്സിലാകുന്നു. പ്രീതയും സഞ്ജുവും തമ്മിലുള്ള അടിപിടി ശബ്ദം കേട്ടിട്ടാണെങ്കിൽ കിരൺ എന്തോ സൗണ്ട് കേൾക്കുന്നെന്നും പറഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. സമീറിനെ വിളിക്കുന്നുണ്ട്. സമീർ ആണെങ്കിൽ എനിക്കിവിടെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നില്ല. പ്രീതിയാണെങ്കിൽ സഞ്ജുവിനെ പിടിച്ചു മാറ്റിയിട്ട് ഫ്ലവർ വേസ് വെച്ച് തലയ്ക്കടിക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്